12 വർഷത്തിലൊരിക്കൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ലോകാംബികയായിട്ടുള്ള കൊടുങ്ങല്ലൂരമ്മ എഴുന്നള്ളി വരുന്ന വടക്കംപുറത്ത് പാട്ട്. ഭദ്രകാളി പ്രീതിക്കായി ക്ഷേത്രത്തിന്റെ വടക്കേ മുറ്റത്ത് മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ 12 ദിവസം കളമെഴുത്തും പാട്ടും വിശേഷാൽ ചടങ്ങുകളോടുകൂടി നടത്തുന്നതിനെയാണ് വടക്കംപുറത്ത് പാട്ട് എന്ന് പറയുന്നത്. 2025 ഏപ്രിൽ 2 മുതൽ ഏപ്രിൽ 13 വരെയാണ് വടക്കംപുറത്ത് പാട്ട് നടക്കുന്നത്. വടക്കംപുറത്ത് പാട്ട് അനുബന്ധമായിട്ടുള്ള ഐതിഹ്യ കഥകൾ ഇങ്ങനെയാണ് പറയുന്നത്. വടക്കംകൂർ രാജഭരണകാലത്തിലൊരിക്കൽ ദേശത്തും പരിസര പ്രദേശങ്ങളിൽ വസൂരി എന്ന മാറാരോഗം പടർന്നു പിടിക്കുകയും രോഗം നിമിത്തം അനേകം പേർ മരിക്കുകയും ചെയ്തു. മാസങ്ങൾ കഴിഞ്ഞിട്ട് രോഗം ശമിക്കാത്തതിനാൽ ദുഃഖിതനായ രാജാവ് പ്രശ്നവിധി തേടുകയും രോഗശമനത്തിന് ഭദ്രകാളിയെ സേവിക്കുക തന്നെയാണ് വേണ്ടതെന്നും കേരളത്തിലുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രാധാന്യം കൊടുങ്ങല്ലൂരാണെന്നും അതിനാൽ അവിടെ ചെന്ന് ഭജിച്ച് അവിടെ നിന്നുണ്ടാകുന്ന കൽപ്പന പോലെ ചെയ്താൽ ആപത്തൊഴിയുമെന്നും പ്രശ്നവിധിയുണ്ടായി. അങ്ങനെ 41 ദിവസ ഭജനമായപ്പോൾ രാജാവിന് സ്വപ്ന ദർശനമുണ്ടായി. എന്നെ ഉദ്ദേശിച്ച് വൈക്കത്ത് 12 ദിവസം കളമെഴുത്തും പാട്ടും കാലം കൂടുമ്പോൾ ഗുരുതിയും നടത്തിയാൽ ഉണ്ടായിരിക്കുന്ന ആപത്തൊഴിയുമെന്നും പാട്ട് നടത്തേണ്ടത് ഏതു പ്രകാരം വേണമെന്ന് തലക്കിലിരിക്കുന്ന ഈ വാൾ കൊണ്ടുപോയി എന്നെ പീഠത്തിൽ വെച്ച് സങ്കല്പിച്ച് പൂജിക്കണമെന്നും ആണ് ദർശനമുണ്ടായത്. ഉറക്കത്തിൽ നിന്നുണർന്ന രാജാവ് തലക്കിൽ വാളിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുകയും പിറ്റേ ദിവസം ക്ഷേത്രസന്നിധിയിൽ ചെന്നപ്പോൾ ഇന്നലെ ദർശനം നൽകിയത് ഞാൻ തന്നെയാണ്, ഒട്ടും സംശയിക്കേണ്ട, ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ ആപത്ത് അനർത്ഥമെല്ലാം നീങ്ങുമെന്നും സൗഖ്യമാവുകയും ചെയ്യുമെന്ന് ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന വെളിച്ചപ്പാട് കൽപ്പിച്ചതോടെ ആയതനുസരിച്ച് വൈക്കത്തെത്തിയ രാജാവ് വിധിപ്രകാരം അതനുസരിച്ച് ഗംഭീരമായി 12 ദിവസത്തെ കളമെഴുത്ത് പാട്ട് നടത്തുകയും ആപത്തൊഴിയുകയും ചെയ്തു.